ചെയ്യടാ. എടാ ഈ തൈലം ചതവിന് ബെസ്റ്റാന്നാടാ വൈദ്യുതി പറഞ്ഞത്. ഒരു ചവിട്ടങ്ങോട്ട് തന്നാണ്ടല്ലോ. ചൂടുവെള്ളം കർത്താവ് പുഴുങ്ങാനാണോ? ഓ എന്നാലും ബൈക്കിന്ന് വീണ ഇത്രയൊക്കെ പറ്റൂടാ. ഭാഗ്യം കൂടുതലൊന്നും പറ്റിയില്ലല്ലോ. ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? എന്നാലും തിണ്ടികളുടെ ടൈമിൽ അപാരം തന്നെ. ഇടിയുള്ളത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല. കള്ളന്മാരുടെ ശല്യം കാരണം പൊറുതി പൊട്ടി കാവലിരുന്നമാരുടെ മുന്നിൽ ചെന്ന് പെട്ടതാ പ്രശ്നമായത്. മണ്ടന്മാരെ, എടാ ഇങ്ങനെ ഓടി നടന്നാലൊന്നും കള്ളനെ പിടികിട്ടില്ല. അതിനൊക്കെ ഇല്ലേ ചില നേരവും കാലവും ഒക്കെ നോക്കണം. 2 ദിവസം കഴിഞ്ഞ വാവായി. ചാകാൻ ഊർദ്ധശ്വാസം വലിച്ചു കിടക്കണ കള്ളന്മാര് വരെ അന്ന് കക്കാനിറങ്ങും. ആ സമയത്ത് ഇറങ്ങിയ നിങ്ങൾക്ക് അവനെ പിടിക്കാം. പിന്നിലെ വാതിൽ കുറ്റിയിട്ടുണ്ട്. വരാം, സൂക്ഷിക്കണേ. അതെ, ആ കിളവൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. തീർത്തി വെക്കല്ലേ, ഞാൻ വരുന്നു. കേറി വാ. കഥ കടച്ചു. സെറ്റപ്പാണല്ലേ. അപ്പൊ ഇത് മൊത്തം ഫ്രീ ആണല്ലേ. ചാവണില്ല പണ്ട. പിന്നെ തടിയില്ലാത്തൊരാൾ തടി വെച്ച് വന്നാലേ കഷ്ടപ്പെടുന്നത് ഞാനാ. കുറക്കണം. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുക കിളവൻ. എന്നാലും ഉസൃതിക്ക് ഒരു കുറവുമില്ല. എന്നെ അത്ര ഇഷ്ടമാണെങ്കിൽ എന്റെ കഴുത്തിലൊരു താടി കിട്ടിയാണ്. വെറുതെ പറഞ്ഞതാണ് കള്ളൻ. കള്ളത്തി വേണ്ടി വെക്കരുത്. ഇടിയൻ പരമുതിന് പണി. നമുക്ക് ഈ സ്ഥലത്താണ് ഏരിയയിലും കുഴപ്പമില്ല. പട്ടിയിൽ കുറേ കണ്ടല്ലോ. ചിലപ്പോൾ അവനോട് ഉണ്ടെങ്കിലോ നമുക്കെന്തായാലും വണ്ടി സൈഡായി നോക്കിത്തരാം. പറയണ ഈ പരപ്പാറ ജെയിംസ് ഇങ്ങനത്തെയുള്ള ഏരിയകൾ മാത്രമേ കക്കുള്ളൂ. ഇവിടെ ഏതാണ്ട് ഒരു 7 വീടുണ്ട്. മിക്കവാറും ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഇവന്മാരൊക്കെയുള്ളവരുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് അവൻ തട്ടി പിടിച്ച് കണ്ടു കിട്ടിയാൽ മതി. നോക്കടാ, ഇതവനല്ലടാ പരപ്പാറ ജെയിംസ്. ജെയിംസ് അല്ലേ പേര് കഴിച്ച് പിന്നെയോടെ ഞാൻ ചെല്ലി ഇവൻ ചെല്ലി വരുന്നു.
ഞങ്ങളുടെ ജോലി വളരെ തെറ്റി. നിന്റെ ഭാര്യനൊന്നല്ല ഞാൻ ഒളിഞ്ഞു നോക്കിയത്. അവനൊരു 6 അടി പൊക്കണിയാണെന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ വട്ടം കയറി പിടിച്ചതാ, പക്ഷെ പിടി കിട്ടി. ഇപ്പോ സസ്പെൻഷനിലാണെങ്കിലും ഇനി അങ്ങട്ട് നല്ല സമയം. പിടിച്ചാ പിടി കിട്ടില്ല. ആ പണിക്കര് പറഞ്ഞ അച്ചട്ടായി തെണ്ടി. ഈ പട്ടിയെറിഞ്ഞ് കുറയ്ക്കുന്നതിനാണ് ആരെങ്കിലും ജനലിന് പോവട്ടെ അവിടെ നിന്ന് മനുഷ്യനെ ശല്യം ചെയ്യാനായിട്ട്. പട്ടി കുറയ്ക്കാനായിട്ട് നോക്കാൻ ഇറങ്ങിയതാ. ഒന്ന് പോതല്ലേ, പട്ടി കലണ്ടർ നോക്കിയിട്ടല്ലേ കുറയ്ക്കാൻ ഇറങ്ങണം. ഒന്ന് പോ പിശാച് പട്ടി, മനുഷ്യനെ പേടിപ്പിക്കാണ്ട്. ഇവിടെ ഇങ്ങൊന്നും കാണാനില്ലല്ലോ. എന്ത് കണ്ടിട്ടാണ് ഈ പട്ടി ഇങ്ങനെ ഇടന്ന് കുറയ്ക്കുന്നത്? മനുഷ്യനോ? വിഷ്ണു ഇവനിത് എവിടെ പോയി കിടക്കണ? വിളിച്ചോക്കാം. പിന്നെ നാട്ടുകാരുടെ ഞാൻ പോയി പെട്ടോ ദൈവമേ. കണ്ണ് കാണാനില്ലല്ലോ പാമ്പാണോ? പേടിപ്പിക്കടുത്തിട്ട് ഞാനാ. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ഞാനാലോലതിന്റെ പോയി ആ ചാണകോടിയിൽ വീണടാ. നീ ഇത് കണ്ട? നീ എന്താ മൊബൈൽ എടുക്കാത്തെ? എത്ര നേരം കാത്തിക്കുന്നത് ഇവിടെ? എന്റെ മൊബൈലൊക്കെ പോയടാ. ആ നാട്ടുകാർ തണ്ടികൾ പോകാണ്ട് എനിക്കിവിടെ വരാൻ പറ്റുമോ? വാ, ഒന്ന് വണ്ടി കയറി. ഏതൊരു അലവരാതി വായു കഴിക്കാൻ പോകുന്നല്ലോ. തൂട്ടല്ലേ തൂട്ടാൻ പറ്റിയ സാധനം. മാറിയിട്ടെടുക്കടാ. എന്തായിരുന്നു എന്റെ ജീവിതം ചാണകത്തിൽ മുങ്ങി. കറക്റ്റ്. നോക്കണേ. കാത്തിരുന്ന പെണ്ണല്ലേ. എന്ത് വേണേ? എന്താടാ ഇഷ്ടായില്ലേ? പോലീസ് നിർദ്ദേശിച്ചു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന നാട്ടുകാരുടെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്നാണ് ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്ഥിരമായി മോഷണം നടക്കുന്ന മേഖലയായതിനാൽ പ്രദേശവാസികളുടെ നിരീക്ഷണത്തിലായിരുന്നിട്ടും ഇങ്ങനെ സംഭവിച്ചതിൽ ആളുകൾ പരിഭ്രാന്തിയിലാണ്. പെരുന്നീ ഭാഗത്ത് താമസക്കാരനായ കുട്ടപ്പൻ എന്ന യുവാവിനാണ് അജ്ഞാത ജീവിയെ കണ്ട് മാനസിക
ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ സഹായത്തോടെയാണ് ഉത്തമനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഒരു പാവത്തിനെ പ്രാന്തനാക്കിട്ട് ഇരുന്ന് ചിരിക്കണുണ്ടല്ലേ? പിന്നല്ലാണ്ട് അവരങ്ങനെ തന്നെ വേണം. ഇതേ മേഖലയിൽ ആൾക്കുരങ്ങിന്റെ രൂപസാദൃശ്യമുള്ള അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടായി. ആൾക്കൊരിങ്ങനെ രൂപസാധിച്ചുള്ള അജ്ഞാത ജീവി, അത് കറക്റ്റാണ്. അങ്ങനെ കുട്ടപ്പനെ അടുത്തൊരു തീരുമാനമായി. സസ്പെൻഷനില്ല, എന്നിട്ടും പിള്ളേരുടെ ചിരിക്കും കളിക്കും ഒരു കുറവുമില്ല. നിന്റെ അമ്മയുടെ വർത്തന കേട്ടതൊന്നും നമ്മൾ ആദ്യം സസ്പെൻഡ് ചെയ്യുന്നത്. സ്വൈര്യവിഹാരം നടത്തുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. പെരുന്നീ ഭാഗത്ത് ഇന്നലെ നടന്ന മറ്റൊരു സംഭവത്തിൽ വൃദ്ധ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. റിട്ടയേർഡ് വില്ലേജ് ഓഫീസറായ സുധാകരനും ഭാര്യയുമാണ് ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. എടാ, ഇന്നലെ രാത്രി നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, മോഷണ ശ്രമവുമായി വീടിനടുത്ത ആളെ കണ്ടിട്ട് ഞാൻ പോയി നോക്കിയ കാര്യം. ഇതാ വീടാണ്. ഇവർക്കാരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നായോ മറ്റെന്തെങ്കിലും ഭീഷണികൾ നിലനിന്നിരുന്നായോ അയൽവാസികൾക്ക് അറിവില്ല. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണ നടപടികൾ ആരംഭിച്ചതായി